വെൽക്കം ടു എൻജസ് ലേണിംഗ് സ്പോട്ട്. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇതുവരെ നോക്കിയത് എന്തായിരുന്നു ഡിസ്റ്റൻസ്, എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ്, അത് തമ്മിലെ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ നോക്കി. അതേപോലെ സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണ്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി, അങ്ങനെ കുറച്ച് ടേംസ് നമ്മൾ നോക്കി. അതേപോലെ നമുക്ക് ഉള്ളൊരു ടേമാണ് ആക്സിലറേഷൻ. നമ്മൾ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിനെ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് ഒരു ടൈം ഇന്റർവെല്ലിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ചേഞ്ചിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ നിങ്ങളൊരു ലോങ് ജേർണി കൺസിഡർ ചെയ്യണം. ഒരു ബസ്സിലോ അല്ലെങ്കിൽ ഒരു കാറിലോ നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അന്നേരം ഉണ്ടാവുന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, ഇടയ്ക്ക് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവില്ല. കോൺസ്റ്റന്റ് വെലോസിറ്റിയിലും പോവാം, പക്ഷെ നിങ്ങളിപ്പോ ഒരു ലോങ് ജേർണിയിലൊക്കെ പോവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ അകത്തുള്ള വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നുണ്ട് ഓരോ സമയത്തിനനുസരിച്ചിട്ട്. ആ ഒരു ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് ഓരോ ഡിഫറെന്റ് ടൈം ഇന്റർവെല്ലിൽ ഉണ്ടാവുന്ന വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ടൈം ഇന്റർവെല്ലിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റിനെ നമ്മൾ പറയുന്ന ടേമാണ് ആക്സിലറേഷൻ. നമുക്കത് എങ്ങനെ എഴുതാം? ഒരു ആവറേജ് ആക്സിലറേഷൻ എടുക്കണം. നമുക്ക് ഒരു ടൈം ഇന്റർവെൽ അല്ലേ, അപ്പൊ നമുക്ക് ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയാം. നമ്മൾ എ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ആക്സിലറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ്? v2 മൈനസ് v1 ചേഞ്ച് ഇൻ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി divided by t2 minus t1. അതായത് ഡെൽറ്റ വി നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ഡെൽറ്റ ടി. ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കിപ്പോ ഒരു ടൈം ഇന്റർവെൽ t1 ടു t2 എന്നുള്ള ഒരു ടൈം ഇന്റർവെല്ല് ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആയിരുന്നു v1 ആൻഡ് v2. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിലുള്ള അതിന്റെ ആവറേജ് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ആ ഒരു ടൈം ഇന്റർവെല് t2 മൈനസ് t1. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇനീഷ്യൽ ടൈം 10 സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം, 20 സെക്കൻഡ്സ് ഫൈനൽ ടൈം. ആ സമയത്ത് ഉണ്ടാകുന്ന ഇതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതൊരു 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? v2 മൈനസ് v1 10 minus 5 divided by t2 minus t1 20 minus 10. നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. നമ്മുടെ ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എങ്ങനെയാണ്? അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയിരുന്നു അല്ലെ, അതായത് മീറ്ററും സെക്കൻഡും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്, അതായത് വി ബൈ ടൈമിന്റെ എസ്. വി എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, അപ്പൊ ഇത് എങ്ങനെയാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വെലോസിറ്റിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നമ്മൾ വെലോസിറ്റിയുടെ ഒരു ടേം ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും പറയാം. അതായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഒരു സ്മോൾ ടൈം ഇന്റർവെല്ലിൽ ഉണ്ടാവുന്ന വെലോസിറ്റി, അതായത് ഓൾമോസ്റ്റ് ഒരു പെർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻസിൽ ഉണ്ടാവുന്ന വെലോസിറ്റി. അതേപോലെ തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ, അതായത് ഒരു വളരെ മൈന്യൂട്ട് ടൈം ഇന്റർവെല്ലിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ. ശരിക്കും മൈന്യൂട്ട് ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ടൈം തന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 24 സെക്കൻഡ്സ് ആണെങ്കിൽ ആ 24 സെക്കൻഡ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിന്റെ ആക്സിലറേഷൻ എന്തായിരുന്നു എന്നുള്ളത് ആ രീതിയിൽ തന്നെയാണ്. അപ്പൊ നമുക്കിത് അതിനകത്ത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എഴുതിയ പോലെ തന്നെ എഴുതാം, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അത് ടൈം ഇന്റർവെൽ എന്നുള്ളത് വളരെ സ്മോൾ ആവുന്നത്, ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഈ ഒരു ടേം ശരിക്കും എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിഫറൻഷ്യൽ ഫോർമുല എങ്ങനെയാണ് എഴുതുക? dv by dt.
അതായത് വെലോസിറ്റിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആക്സിലറേഷൻ കിട്ടും. വെലോസിറ്റി നമ്മൾ എങ്ങനെയായിരുന്നു ഇതേപോലെ എഴുതിയത് ഡി എക്സ് ബൈ ഡി ടി അല്ലേ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടി. ആ വെലോസിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. അപ്പൊ ഇതിനകത്ത് തന്നെ നമ്മളിപ്പോ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ്, ടൈമിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് ആയിരിക്കും നമ്മുടെ ആക്സിലറേഷൻ. നമ്മളൊരു ഇൻക്ലൈൻഡ് ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് അല്ലേ. അതായത് വൈ ആക്സിസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരു ഇൻക്ലൈൻഡ് ലൈനിന്റെ സ്ലോപ്പ്. അപ്പൊ ഇതിനകത്ത് ചേഞ്ച് ഇൻ വൈ ആക്സിസ് എന്താണ്? ഡി വി അല്ലേ, ചേഞ്ച് ഇൻ വൈ ആക്സിസ്. അതുപോലെ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് എന്താണ്? ഡി ടി. ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ തന്നെയല്ലേ എഴുതിയത്. അപ്പം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് നിങ്ങൾ വരച്ചു കഴിഞ്ഞിട്ട് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന്റെ ആക്സിലറേഷൻ കിട്ടും. അപ്പൊ ഗ്രാഫിക്കലായിട്ട് ഒരു ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വെലോസിറ്റിയും ടൈമും വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് ആ ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ ഗ്രാഫിക്കലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെലോസിറ്റി എന്ന് പറഞ്ഞാല് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. അതായത് അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അപ്പൊ ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാറുക അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ മാറും. അപ്പൊ ഒരു ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിലോ വെലോസിറ്റിന്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ല ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് തന്നെ പറയാം. ഒന്നെങ്കിൽ സ്പീഡ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത് രണ്ടും ചേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ഒന്നെങ്കിൽ നമ്മൾ അതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് രണ്ടും ചേഞ്ച് ചെയ്യുകയാണെങ്കിലും നമുക്ക് അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ വെലോസിറ്റിന്റെ വാല്യൂ നമുക്കറിയാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. സെയിം വേ തന്നെ ആക്സിലറേഷനും പോസിറ്റീവ് വാല്യൂ ആവാം, നെഗറ്റീവ് വാല്യൂ ആവാം, സീറോയും ആവാം. ഇനി നമുക്ക് കോൺസ്റ്റന്റ് ആക്സിലറേഷന് ഉള്ള ചില വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കാം. അതായത് നമ്മൾ വെലോസിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് കേസ് ഇതെന്ന് പറഞ്ഞാല് ഒരു ഒബ്ജക്റ്റ് ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ. അതായത് ഇപ്പൊ ഒരു നമ്മളിങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് ഒരു റോഡ് കൺസിഡർ ചെയ്യാണ്, അതിലൂടെ ഈ ഡയറക്ഷനിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ് പോസിറ്റീവ് ഡയറക്ഷനിൽ വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ. പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ്, ഫൈനൽ വെലോസിറ്റി v1 ആണ്. ഈ ഗ്രാഫിനകത്ത് നമുക്ക് നോക്കിയാൽ ഇതിപ്പോ ഒരു 10 ആണ് വിചാരിക്കുക, ഇതൊരു 20 ആണ് വിചാരിക്കുക, 0 അല്ല. ഇതൊരു ടൈം ഇന്റർവെൽ ഒരു 5 seconds ആണ് വിചാരിക്കുക. അങ്ങനെയാണ് ഇതിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. 10/5 2 meter per second square കിട്ടി. അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് ആക്സിലറേഷൻ എന്താ? പോസിറ്റീവ് അല്ലേ കിട്ടിയത്. അപ്പം ഇതേപോലത്തെ ഒരു ഗ്രാഫ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആക്സിലറേഷൻ ആൻഡ് മൂവിങ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. ഈ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ് വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. അതായത് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ തന്നെ മൂവ് ചെയ്യാണ്, പക്ഷെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അതായത് ഇതിന്റെ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ റോഡിലൂടെ ട്രാവൽ ചെയ്തിട്ട് നിങ്ങളുടെ കാർ പെട്ടെന്ന് നിങ്ങൾ ബ്രേക്ക് പിടിച്ച് സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ എന്താണ് അതിന്റെ സ്പീഡ് കുറഞ്ഞു 0-ലെത്തും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്നത്
അപ്പം നിങ്ങൾ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 40 കിലോമീറ്ററിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മെല്ലെ അത് സ്ലോ ഡൗൺ ആക്കി 10 കിലോമീറ്റർ സ്പീഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറയുന്നതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് എന്ന് പറയാം. അപ്പൊ നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇനീഷ്യൽ വെലോസിറ്റി ഒരു 40 എന്ന് വിചാരിക്കാം, ഫൈനൽ വെലോസിറ്റി ഒരു 20 എത്തിച്ചു, 0 ടൈം ഒരു 5 സെക്കൻഡ്സ് ടൈമില്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാല് എപ്പോഴും ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്താണ്? 20 ആണ് അല്ലെ. അതായത് ആദ്യം നമ്മൾ 40-ലായിരുന്നു, പിന്നെ 20-ലേക്ക് കുറച്ചതാണ്. അപ്പൊ ഫൈനൽ ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 20 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം 40 കിലോമീറ്റർ ആയിരുന്നു, ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ 5. അപ്പം 20 മൈനസ് 40 എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് 20 അല്ലേ കിട്ടുന്നത്, -20 അല്ലേ. 20 മൈനസ് 40 ഡിവൈഡഡ് ബൈ 5 നമുക്ക് -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ നമുക്ക് ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത് അല്ലെ. അപ്പം ഇത് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മൂവിങ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് വെലോസിറ്റി, നെഗറ്റീവ് ആക്സിലറേഷൻ. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇത് an object moving in negative direction with negative acceleration. അതായത് ഇതിനകത്ത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, നമ്മൾ അങ്ങോട്ടാണ് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. അതായത് വെലോസിറ്റി നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ്, ഡയറക്ഷൻ മാറിയതുകൊണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി -v0, ഫൈനൽ വെലോസിറ്റി -v. നമ്മൾ ഗ്രാഫിൽ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ഒരു -10, ഫൈനൽ വെലോസിറ്റി ഒരു -30 സെക്കൻഡ്, ടൈം നമുക്കൊരു 5 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആക്സിലറേഷൻ എന്തായിരുന്നു? ആക്സിലറേഷൻ എപ്പോഴും ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ നമുക്ക് എന്താ കിട്ടിയത്? -30 -10 ഡിവൈഡഡ് ബൈ 5. അപ്പൊ നമുക്ക് -20/5 -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എന്താ? ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാല് നമ്മള് ഈ ഒരു കണ്ടീഷൻ ഉണ്ടല്ലേ, ആ ഒരു കണ്ടീഷനാണ് ഫസ്റ്റത്തെ v0 മുതൽ 0 വരെ ഇതൊരു പോസിറ്റീവ് ഡയറക്ഷനിൽ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. അവിടുന്ന് ഒരു t1 എന്നുള്ള ടൈമിൽ ഇതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. അതായത് സെയിം ആക്സിലറേഷനിൽ ഡയറക്ഷൻ മാത്രം ചേഞ്ച് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നെഗറ്റീവ് ഡയറക്ഷൻ ആവും. അപ്പം ആക്സിലറേഷൻ മാറി ഇതേപോലെയാവും. അപ്പൊ നമുക്ക് ഈ രണ്ട് ഗ്രാഫിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ പോലെ ആയിരുന്നു. അതായത് ഫസ്റ്റ് v0 മുതൽ 0 വരെ പോസിറ്റീവ് ഡയറക്ഷൻ ആൻഡ് നെഗറ്റീവ് ആക്സിലറേഷൻ ആയിരുന്നു ഒരു t1 ടൈം വരെ. ആ t1 ടൈമിൽ അത് പെട്ടെന്ന് തന്നെ അതിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ. പിന്നെ വേറൊരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ആണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. അതിപ്പം ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് ടോട്ടൽ ഏരിയ എന്തായിരിക്കും? ഈ ഒരു പെർട്ടിക്കുലർ റെക്ടാംഗിളിന്റെ ഏരിയ പ്ലസ് ഈ ഒരു പെർട്ടിക്കുലർ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും ഈ ഒരു ഗ്രാഫിന്റെ അടിയിലുള്ള. അപ്പൊ ഏരിയ ഉണ്ടത് ഗ്രാഫ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് പ്ലോട്ട് ചെയ്തതെങ്കിൽ അത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഇതിനകത്താണെങ്കിൽ ഈ ട്രയാംഗിൾ പ്ലസ് ഈ റെക്ടാംഗിള്, ഇതിലാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ട്രയാംഗിളിന്റെ ഏരിയ അല്ല ട്രയാംഗിളും ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ഉണ്ട്. അപ്പൊ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഉള്ള ഒരു ഒബ്ജക്ട് കൺസിഡർ ചെയ്യാം. അതായത് വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആണ് ഒരു 0 to t1 എന്നുള്ള ടൈമില്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതല്ല ഈ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളൊരു റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് സൈഡിന്റെ രണ്ടിന്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് റെക്ടാംഗിളിന്റെ ഏരിയ കിട്ടാം. അപ്പൊ ഈ ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാല് v0 ആയിരിക്കും അല്ലെ, 0 to v0 ഇൻറ്റു
ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ t1 എന്നുള്ള ടൈമാണ്. t1 വെലോസിറ്റി ഇൻറ്റു ടൈം. നമ്മുടെ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താണ് എഴുതിയത്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? വെലോസിറ്റി ഇൻറ്റു ടൈം. ആ സെയിം സംഭവം തന്നെയല്ലേ ഇവിടെ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫിന്റെ ഈ ഇതിന്റെ അടിയിലുള്ള ഏരിയ കിട്ടി. ആ ഏരിയ തന്നെയല്ലേ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം എപ്പോഴും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് നിങ്ങൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഗ്രാഫ് നിങ്ങൾ വെലോസിറ്റി ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ അത് ആക്സിലറേഷൻ ആയി. ആ ഒരു ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെന്റ് ആയി.